ആക്രമണകാരികളായ തെരുവുനായ്ക്കൾക്കെതിരെ നടപടി സ്വീകരിച്ച നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ മൃഗസംരക്ഷണ പ്രവർത്തകർ. നാട്ടിക ഗ്രാമപഞ്ചായത്തിന് തീരദേശവാസികളുടെ പൂർണ്ണ പിന്തുണ. രാജ്യത്തിന്റെ മത്സ്യസമ്പത്ത് പരദേശികൾക്ക് അടിയറവയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി എസ് ശർമ്മ എംഎൽഎ. തീരദേശ പരിപാലന നിയമവും മറ്റും ഉപയോഗിച്ച് തൊഴിലാളികളെ കൂച്ചുവിലങ്ങിടുകയാണെന്നും എംഎൽഎ. അന്തിക്കാട് KGM-UP സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ താൽക്കാലിക തീരുമാനം. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയ തോട് താൽക്കാലികമായി തുറന്ന് വെള്ളം ഒഴുക്കിവിടും. TCB ഫോളോ അപ്പ്. കാഞ്ഞിരപ്പള്ളിയിലെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ മരങ്ങൾ മുറിച്ചുമാറ്റിയ സ്ഥലം BD ദേവസി MLA സന്ദർശിച്ചു. പാഴ്മരങ്ങൾക്കൊപ്പം ചന്ദനം, തേക്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയത് ബോധ്യപ്പെട്ടതായി MLA. നമസ്കാരം. ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ആക്രമണകാരികളായ തെരുവുനായ്ക്കൾക്കെതിരെ നടപടി സ്വീകരിച്ച നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ നീക്കം ശക്തമാക്കി മൃഗസംരക്ഷണ പ്രവർത്തകർ. 450ഓളം തെരുവുനായ്ക്കളെ പിടികൂടിയ സംഭവം വിവാദമായിട്ടും തീരദേശവാസികളുടെ ശക്തമായ പിന്തുണയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നത്. തെരുവുനായ്ക്കളുടെ ഭീഷണി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ ഏറെയാണ് അലട്ടി വന്നിരുന്നത്. നാട്ടിക ബീച്ച് മേഖലയിൽ മാത്രം 150ഓളം തെരുവുനായ്ക്കളുണ്ടെന്നാണ് പറയുന്നത്. നാട്ടിക ബീച്ച് പ്രദേശത്തെ പൊന്തക്കാടുകൾ, ആളൊഴിഞ്ഞ പരിസരങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ്. പുലർച്ചെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ കല്ലും വടിയും കരുതിയാണ് വീട്ടിൽ നിന്നിറങ്ങുക. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ നാട്ടിക പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായി. പശു, ആട്, കോഴി തുടങ്ങിയ 100ഓളം വളർത്തുമൃഗങ്ങളെ കൊന്നു. പൗൾട്രി സൊസൈറ്റി വഴി വിതരണം ചെയ്ത കോഴികളിലും കെപ്പോ ആശ്രയ പദ്ധതി പ്രകാരം വിതരണം ചെയ്ത കോഴികളിൽ ഭൂരിഭാഗവും തെരുവുനായ്ക്കൾക്ക് ഭക്ഷണമായി. ജനങ്ങളുടെ പരാതി പ്രളയമായി ഉയർന്നതോടെയാണ് തെരുവുനായ്ക്കളെ പിടികൂടാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തതെന്ന് പ്രസിഡന്റ് അനിൽ പുളിക്കൻ പറയുന്നു. കെപ്കോ ആശ്രയ പദ്ധതിയിലൂടെ 10,000ഓളം കോഴികളെയും നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്തു. ആ കോഴികളിൽ മഹാഭൂരിപക്ഷവും ഈ തെരുവ് നായ്ക്കൾ കൊന്നൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ സാമൂഹ്യ പ്രശ്നമായി ഇത് വളരുകയും വലുതാകുകയും ചെയ്തപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രാദേശിക ഭരണസമിതി എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിന് ഇടപെടേണ്ട അടിയന്തര സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് കൂടിയാലോചന നടത്തി തെരുവ് നായ്ക്കളെയും പേവിഷബാധയുള്ള ശല്യക്കാരായ നായ്ക്കളെയും എല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അതേ തുടർന്ന് പഞ്ചായത്ത് ചില ആളുകളെ ഏൽപ്പിക്കുകയും തെരുവ് നായ്ക്കളെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തെരുവുനായ്ക്കളെ പിടികൂടിയ സംഭവത്തിൽ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഇടപെട്ട് ADM അനന്തകൃഷ്ണനോട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ പ്രഖ്യാപിച്ചതിനെതിരെ രൂക്ഷ വിമർശനമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞിട്ട് കുറെ സംഘടനകൾ അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അവർ യഥാർത്ഥത്തിൽ മൃഗസ്നേഹികളാണോ അതോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പേരിലാണോ നടക്കുന്നത് എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആടുകളെയും മറ്റൊക്കെ നശിപ്പിച്ച് അന്നേരത്ത് ഇല്ലാത്തപ്പോൾ ഈ മൃഗസ്നേഹം ഇപ്പോൾ ഈ പട്ടിയുടെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. തെരുവുനായ്ക്കളെ സ്നേഹിക്കുന്നവർ ഇവയെ സ്വന്തം വീട്ടിൽ വളർത്താൻ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. തെരുവുനായ്ക്കളുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്താനായി നാട്ടിക ബീച്ചിലെത്തുന്ന മൃഗസ്നേഹികളെ ഒറ്റക്കെട്ടായി തടയാനുള്ള തീരുമാനത്തിലാണ് തീരദേശവാസികൾ. TCB ന്യൂസ്, തൃപ്രയാർ. രാജ്യത്തിന്റെ മത്സ്യസമ്പത്ത് പരദേശികൾക്ക് അടിയറവയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി എസ് ശർമ്മ MLA പറഞ്ഞു. തീരം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന തീരം പദ്ധതിയുടെ ഭാഗമായി നാട്ടികയിൽ സംഘടിപ്പിച്ച സൌജന്യ അരി വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികൾ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന അപ്രഖ്യാപിത കാവൽക്കാരാണ്. തീരദേശ പരിപാലന നിയമവും മറ്റും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളെ കൂച്ചുവിലങ്ങിടുന്നത് അവരുടെ ജീവിതത്തെ ഒന്നാകെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി മാറുമെന്നും MLA പറഞ്ഞു. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ വ്യാസപൂർണിമാചരണം ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA മുഖ്യാതിഥിയായി. തീരം ചെയർമാൻ ഡോക്ടർ PS ഹരിറാം അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലിനെ ചടങ്ങിൽ ആദരിച്ചു. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. അമൃത തീരം ട്രസ്റ്റ് പ്രവർത്തനങ്ങളുടെ അവതരണം ചെയർമാൻ NK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, PK രാഹുലൻ എന്നിവർ സംസാരിച്ചു. 4000ഓളം പേർക്കാണ് സൌജന്യമായി അരി വിതരണം ചെയ്തത്.
കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തർക്കവും ബഹളവും തുടർക്കഥയാകുന്നു. ചെയർമാന് നേരെ കഴിഞ്ഞ കൌൺസിൽ യോഗത്തിനിടെ ഉണ്ടായ സംഭവങ്ങൾ കണക്കിലെടുത്ത് ഇത്തവണ യോഗം ആരംഭിച്ചത് പോലീസ് കാവലിലാണ്. സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട 5 CPM കൌൺസിലർമാർ പോലീസ് ജാമ്യമെടുത്താണ് യോഗത്തിനെത്തിയത്. ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണസമിതി പരാജയമെന്നാരോപിച്ചുള്ള പ്രതിപക്ഷ നേതാവ് KB ഷിബുവിന്റെ പ്രസംഗം സമയവും അതിലും ലംഘിച്ചുവെന്ന് ഭരണസമിതി അംഗം CV ബേബി പറഞ്ഞതോടെയാണ് തർക്കത്തിനും ബഹളത്തിനും തുടക്കമിട്ടത്. അതേസമയം ചെയർമാനെ ആക്രമിക്കുകയും ഡൈസിൽ കയറി കസേര വലിച്ചിടുകയും ചെയ്ത പ്രതിപക്ഷ നേതാവ് ഷിബു ഉൾപ്പെടെയുള്ളവരെ ഭരണസമിതി സഹായിക്കുകയും പരാതി ലളിതമാക്കുകയും ചെയ്തുവെന്നാരോപിച്ച് BJP അംഗങ്ങളും ഡൈസിനു മുന്നിൽ പ്രതിഷേധമറിയിച്ചു. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം കയർത്തതോടെ ചെയർമാൻ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ CPM അംഗം സുനിത ശിവരാമൻ ഫയലുകളെടുത്ത് മേശയിലടിക്കുകയും ഇതിനകത്തുണ്ടായിരുന്ന മൊബൈൽ ഫോൺ തെറിച്ച് കോൺഗ്രസ് അംഗം സഫിയ മൊയ്തീന്റെ ശരീരത്തിൽ കൊണ്ടതുമാണ് തർക്കം രൂക്ഷമാകാൻ കാരണമായത്. സഭയിൽ മാന്യമല്ലാതെ പെരുമാറിയ സുനിതയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM ഒഴികെയുള്ള മുഴുവൻ അംഗങ്ങളും ഡയസിന് മുന്നിലെത്തി. ബഹളം തുറന്നതോടെ നഗരസഭാ യോഗം 10 മിനിറ്റ് നേരത്തേക്ക് പിരിഞ്ഞു. പിന്നീട് പുനരാരംഭിച്ച യോഗത്തിൽ സുനിത ശിവരാമനോട് തനിക്ക് പറ്റിയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യം പ്രതിപക്ഷം അംഗീകരിക്കാത്തതോടെ സുനിത ശിവരാമനെ ഒരു യോഗത്തിൽ നിന്നും ചെയർമാൻ സസ്പെൻഡ് ചെയ്തു. എന്നാൽ പുറത്താക്കൽ നടപടി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ് CPM കൌൺസിലർമാർ ഡയസിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. ഇതോടെ അജണ്ടകൾ പാസ്സായതറിയിച്ച് ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു. ഇതേ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചെയർമാന്റെ ക്യാബിന് മുന്നിൽ ഉപരോധം തീർത്തു. ഇതിനിടയിൽ തലകറങ്ങി വീണ സ്ഥിരം സമിതി അധ്യക്ഷയായ സ്മിത ജിന്നിയെ ആശുപത്രിയിലേക്ക് മാറ്റി. യാതൊരു കാരണവുമില്ലാതെ പ്രതിപക്ഷം കൌൺസിൽ യോഗങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നും നഗരവികസന ചർച്ചകളിൽ പങ്കെടുക്കാതെ ഭരണത്തെ വിമർശിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നും നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നഗരത്തിന്റെ അടിയന്തരാവശ്യങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് സംസാരിക്കാനുള്ള അവസരം നിഷേധിക്കുകയും ഇതു സംബന്ധിച്ച് പരാതി പറയുമ്പോൾ പോലീസ് കേസാക്കുകയും ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് KB ഷിബു ആരോപിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. അന്തിക്കാട് KGM UP സ്കൂളിന് സമീപമുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാൻ താൽക്കാലിക തീരുമാനം. 5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയ തോട് താൽക്കാലികമായി തുറന്ന് വെള്ളം ഒഴുക്കിവിടാൻ ധാരണയായത്. ചെയർപേഴ്സൺ KC സേതുവിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ചർച്ച നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്കൂൾ അധികൃതരും ചർച്ചയിൽ പങ്കെടുത്തു. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശാശ്വത പരിഹാരത്തിനായി അന്തിക്കാട് സെന്റർ വികസനത്തിന്റെ 2ാം ഘട്ട പദ്ധതി പ്രകാരം പ്രോജക്ട് തയ്യാറാക്കി കാന നിർമ്മാണത്തിനായി സർക്കാരിന് പ്രോജക്ട് സമർപ്പിക്കും. ഇതിന്റെ ആലോചനായോഗം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് പഞ്ചായത്ത് ഹാളിൽ ചേരും. മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥലത്ത് നിന്ന് മരങ്ങൾ മുറിച്ചുമാറ്റിയ വിവാദ സംഭവത്തിന്റെ നിജസ്ഥിതി നേരിട്ടറിയാൻ BD ദേവസി MLA സ്ഥലത്തെത്തി. മരങ്ങൾ മുറിച്ചുമാറ്റിയ പ്രദേശങ്ങളെല്ലാം MLA പരിശോധിച്ചു. പാഴ്മരങ്ങൾക്കൊപ്പം ചന്ദനം, തേക്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന് ബോധ്യപ്പെട്ടതായി MLA പറഞ്ഞു. 15 ഏക്കർ വിസ്തീർണമുള്ള പറമ്പിനെ 2ആയി മുറിച്ച് കടന്നുപോകുന്ന കപ്പത്തോടിന്റെ ഓരത്തുനിന്ന് പല മരങ്ങളും മുറിച്ചുമാറ്റിയിട്ടുണ്ട്. പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്ന് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. പൊതുസ്ഥാപനത്തിന്റെ വകയായുള്ള മരങ്ങൾ മുറിച്ചുമാറ്റിയത് ക്രിമിനൽ കുറ്റമാണെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. പരിയാരം സർവീസ് സഹകരണ ബാങ്കിനാണ് ഇവിടെ കൃഷി നടത്താൻ സ്ഥലം പാട്ടത്തിന് നൽകിയത്. എന്നാൽ മരങ്ങൾ മുറിക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ലെന്നും MLA പറഞ്ഞു. മുറിച്ച മരങ്ങൾ സ്ഥലത്ത് കാണാത്തതിനാൽ ഇത് മോഷണം തന്നെയാണെന്ന് വ്യക്തമായതായി MLA ആരോപിച്ചു. അരനൂറ്റാണ്ട് മുൻപ് കേരളത്തിൽ നിലനിന്നിരുന്ന ജന്മിത്ത സവർണാധിപത്യത്തിലേക്ക് കേരളത്തെ തിരിച്ചുകൊണ്ടുപോകാനാണ് ജാതിമത സംഘടനകൾ ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ വേലൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പുതുതലമുറ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു പോകുന്നത് രാജ്യത്തിന്റെ പുരോഗമന രംഗത്തെ തകർച്ചയിലേക്ക് നയിക്കും. ഇന്നത്തെ സ്ത്രീ സമൂഹം സീരിയലുകൾക്കിടയിൽ വീണുപോകുന്ന അവസ്ഥയാണുള്ളത്. ഇതിന് മാറ്റമുണ്ടാകാൻ അവർക്ക് വ്യക്തമായ രാഷ്ട്രീയം വേണമെന്നും ശൈലജ അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് K ഇന്ദിര അധ്യക്ഷത വഹിച്ചു. KV നബീസ, മേരി തോമസ്, KV പുഷ്പ എന്നിവർ സംസാരിച്ചു. തെരുവിലെറിയപ്പെടുന്നവരുടെ ജീവിതം പ്രമേയമാക്കിയുള്ള കിഴൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്തു. മാർച്ചിന് മുൻപ് മാഗസിൻ പ്രസിദ്ധീകരിക്കാത്തതിനാൽ കോളേജിൽ പ്രകാശനത്തിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പൊതുസ്ഥലത്താണ് പ്രകാശന ചടങ്ങ് നടന്നത്. കുന്നംകുളം പ്രസ് ഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ കൊക്കോകോളയ്ക്കെതിരെ സമരം നയിച്ച പാപ്പമ്മാളും കന്നിയമ്മയും പ്ലാച്ചിമട സമരസമിതി ജനറൽ കൺവീനർ K ശക്തിവേലും ചേർന്ന് 3-ാം വളവ് എന്ന മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV ഉല്ലാസ് അധ്യക്ഷനായിരുന്നു. മാഗസിൻ എഡിറ്റർ PS അക്ഷയ്, എൽദോസ് ജോർജ്, രഞ്ജിത്ത് പുന്നയൂർക്കുളം എന്നിവർ സംസാരിച്ചു.
ചെങ്ങാലൂർ ഈ റോഡിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന JCBയും 3 ടിപ്പർ ലോറികളും പുതുക്കാട് പോലീസ് പിടികൂടി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് വ്യാപകമായി മണ്ണെടുത്ത് കടത്തുന്നത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ പിടികൂടുകയായിരുന്നു. വാഹനങ്ങൾ ജിയോളജി വകുപ്പിന് കൈമാറി. പുതുക്കാട് SI V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങൾ പിടികൂടിയത്. അന്തിക്കാട് ഹൈസ്കൂളിലെ രക്ഷാകർതൃ സമിതിയുടെ വാർഷിക പൊതുയോഗവും MLA സ്കൂളിന് സമർപ്പിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനവും നടന്നു. ഗീത ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AA ആബിദ് അലി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ ലഭിച്ച സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശിത് സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TP രഞ്ജിത് കുമാർ, ഷീജ രാജീവ്, പ്രധാനാധ്യാപിക VR ഷില്ലി, PTA വൈസ് പ്രസിഡന്റ് KM കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സിജി ജോണിന് മഹാത്മാ ഫാർമേഴ്സ് ക്ലബ്ബ് സ്വീകരണം നൽകി. ജില്ലാ സഹകരണ ബാങ്ക് നെല്ലുവായ് ബ്രാഞ്ച് മാനേജർ AM ലില്ലി സിജി ജോണിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ക്ലബ് ചീഫ് കോർഡിനേറ്റർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നെല്ല് സഹകരണ സംഘം പ്രസിഡന്റ് TK ശിവശങ്കരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ K വേണുഗോപാൽ, MK ജോസ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് കൃഷിഭവനിൽ വിരമിച്ച കൃഷി ഓഫീസർക്കും സ്ഥലം മാറിപ്പോയ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്കും പകരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് കർഷകരെ വലയ്ക്കുന്നു. അന്തിക്കാട് കൃഷിഭവനിൽ 2 മാസമായി കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ പല പദ്ധതികളും വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. 2 മണലൂർ താന്യം കൃഷി ഓഫീസർമാർക്ക് അധിക ചുമതല നൽകിയിരിക്കുകയാണ്. അടിയന്തരമായി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ചേർപ്പ് CNN സ്കൂളിൽ ഗുരുപൂജ മഹോത്സവം നടത്തി. PTA പ്രസിഡന്റ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു. AR പ്രവീൺ ശർമ്മ, രഞ്ജിനി ശർമ്മ, സായ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂരിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ചാവക്കാട് PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഗുരുവായൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് PWD ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ഏരിയ കമ്മിറ്റി അംഗം TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MC സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. DYFI ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KR സൂരജ്, RV ഇക്ബാൽ, CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ നിന്ന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കുകയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്ര പരിസരത്തെ പൊതുവഴികൾ കെട്ടിയടച്ചെന്നാരോപിച്ച് ഇരിങ്ങാലക്കുട കൂട്ടായ്മ സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ സമരത്തോട് വിമുഖത മാത്രമല്ല എതിർക്കാനും മുഖ്യധാര പാർട്ടികളുണ്ടെന്നും നീലകണ്ഠൻ പറഞ്ഞു. കൂട്ടായ്മ കൺവീനർ PC മോഹനൻ അധ്യക്ഷനായിരുന്നു. PN സുരൻ, ഷൺമുഖദാസ്, ശ്രീധരൻ തേറമ്പിൽ എന്നിവർ സംസാരിച്ചു. ക്യാൻസർ രോഗബാധിതനായ ചുമട്ടുതൊഴിലാളി ചികിത്സാ സഹായം തേടുന്നു. മാടക്കത്ര മുട്ടിക്കൽ സ്വദേശി നീണ്ടുതലയ്ക്കൽ സുബ്രഹ്മണ്യൻ മകൻ 38 വയസ്സുള്ള ബൈജുവാണ് ഉദാരമനസ്കരുടെ സഹായം കാത്തിരിക്കുന്നത്. ഭാര്യയും 2 മക്കളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ബൈജു. ഈ നിർധന കുടുംബത്തെ സഹായിക്കാൻ മാടക്കത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി മുഖ്യ രക്ഷാധികാരിയായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിരിക്കുന്നു. സാമ്പത്തിക സഹായങ്ങൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ താണിക്കുടം ശാഖയിൽ 34 70 59 71 22 എന്ന അക്കൌണ്ട് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. കൊടകര ടൌണിലെ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിയ അരിയിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ്. വാസുപുരം പണിക്കാട്ടിൽ രാജേഷ് കഴിഞ്ഞ ദിവസം വാങ്ങിയ അരിയാണ് പ്ലാസ്റ്റിക് കോട്ടിംഗ് നടത്തിയ നിലയിൽ കണ്ടെത്തിയത്. ഈ അരി വേവിക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിന് മീതെ പ്ലാസ്റ്റിക് പോലുള്ള ഒരു പദാർത്ഥം രൂപപ്പെടുന്നതായി രാജേഷ് പറഞ്ഞു. പ്ലാസ്റ്റിക് കലർന്ന അരി ഉപയോഗിച്ചുണ്ടാക്കിയ ചോറ് കഴിച്ചതിനെ തുടർന്ന് കുട്ടികളടക്കം കുടുംബത്തിലെ എല്ലാവർക്കും വയറുവേദന പിടിപെട്ടതായി രാജേഷ് പറഞ്ഞു. കാട്ടൂർ പൊഞ്ഞനത്ത് ഉപയോഗശൂന്യമായ ക്ഷേത്രക്കുളത്തിൽ വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ഇക്കണ്ടം പറമ്പിൽ 65 വയസ്സുള്ള അമ്മിണിയാണ് മരിച്ചത്. ക്ഷേത്ര ദർശനം നടത്താനെത്തിയപ്പോൾ കാൽവഴുതി വീണതാകാമെന്ന് കരുതുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പനമുക്ക് പാറപ്പുറത്ത് മധ്യവയസ്കനെ വീടിനടുത്തുള്ള പറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താഴത്തെ വീട്ടിൽ 49 വയസ്സുള്ള രാജൻ എന്ന ബാലസുബ്രഹ്മണ്യനാണ് മരിച്ചത്. 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. സ്വകാര്യ ചിപ്സ് കമ്പനിയിലെ സെയിൽസ്മാനാണ് ബാലസുബ്രഹ്മണ്യൻ.
തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. നെടുപുഴ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുപൂർണിമയോടനുബന്ധിച്ച് തൃശൂർ തെക്കേമഠം ലക്ഷ്മി മണ്ഡപത്തിൽ സത്സംഗം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണൻ പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ എം മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. എം ആർ രാജേഷ്, വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി തുടങ്ങിയവർ സംസാരിച്ചു. പ്രമുഖ പുസ്തക പ്രസാധകരായ HNC പബ്ലിഷിംഗ് ഹൌസ് സംഘടിപ്പിക്കുന്ന പുസ്തകമേള നാളെ ആരംഭിക്കും. പാറമേക്കാവ് അഗ്രശാലയിൽ 17 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ 100ഓളം അന്തർദേശീയ, ദേശീയ, പ്രാദേശിക പ്രസാധകർ പങ്കെടുക്കും. നാളെ രാവിലെ 10:30 ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പുസ്തകമേള ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാട് മുഖ്യാതിഥിയാകും. ദിവസവും രാവിലെ 9:30 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. 1000 രൂപയ്ക്ക് മുകളിലുള്ള വ്യക്തിഗത പർച്ചേസുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും പുസ്തകമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇടവേള. ഗ്രാമവാർത്തകൾ തുടരുന്നു. ക്ലാസ് മുറികളിലെ പഠനത്തോടൊപ്പം സമൂഹത്തെ അറിയാനുള്ള തിരിച്ചറിവ് പുതുതലമുറ ആദ്യം നേടണമെന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ കെ മോഹനൻ അഭിപ്രായപ്പെട്ടു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പിന്നാമ്പുറങ്ങളിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമുണ്ടെന്നും കെ മോഹനൻ അഭിപ്രായപ്പെട്ടു. സ്കൂൾ പാർട്ണർ ഐ വിജയൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ബീന രാഘവൻ, വൈസ് പ്രിൻസിപ്പാൾ സതി മേനോൻ, സെക്രട്ടറി പി കെ അജയകുമാർ, PTA പ്രസിഡന്റ് കെ ജോയ്, TR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടിയിൽ അനധികൃതമായി മണ്ണെടുത്തിരുന്ന 5 വാഹനങ്ങൾ പോലീസ് പിടികൂടി. മണ്ണ് കയറ്റിയ 4 ടിപ്പർ ലോറികളും ഒരു മണ്ണുമാന്തി യന്ത്രവുമാണ് മാള CI M സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. പൊയ്യ പഞ്ചായത്തിൽ മണ്ണെടുപ്പ് വ്യാപകമാണെന്ന് പരാതികളുണ്ടായിരുന്നു. കുന്നിടിച്ച് മണ്ണ് കടത്തിയിരുന്ന വാഹനങ്ങളാണ് പോലീസ് പിടികൂടിയത്. മടത്തുംപടിയിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്ക് വ്യാപകമായി മണ്ണ് കടത്തുന്നതായും നാട്ടുകാർ ആരോപിച്ചു. വെങ്കിടങ്ങ് പാടൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 ആടുകൾ ചത്തു. പാടൂർ അടാട്ടുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം കുത്താമ്പുള്ളി വാസുവിന്റെ ആടുകളെയാണ് നായ്ക്കൾ കടിച്ചുകൊന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തെരുവുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായിരുന്നു. പരിസരത്തെ വീടുകളിലെ കോഴികളെയും മറ്റും തെരുവുനായ്ക്കൾ ആക്രമിക്കുന്നത് പതിവായിരിക്കുന്നു. തെരുവുനായ്ക്കളെ പിടികൂടുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം മുൻ നഗരസഭാ ചെയർമാനും CPM നേതാവുമായ PG ജയപ്രകാശ് പരീക്ഷണ സമ്പ്രദായത്തിൽ ഒരുക്കിയ ജൈവ നെൽകൃഷിയിൽ വിളയിച്ചെടുത്ത അരി വിപണിയിലെത്തി. വെട്ടിക്കടവ് കോൾപ്പടവിൽ 4 ഏക്കറോളം വരുന്ന തന്റെ സ്വന്തം വയലിലാണ് ജയപ്രകാശ് ജൈവനെൽ കൃഷി പരീക്ഷിച്ചത്. ഉമാ നെൽവിത്ത് ഉപയോഗിച്ച് ജനുവരിയിലായിരുന്നു നടീൽ. 4 മാസം കൊണ്ട് വിത്ത് വളർന്ന് സ്വപ്നതുല്യമായ വിള നൽകി. കോൾപ്പടവിൽ മറ്റു കർഷകരെല്ലാം സാമ്പ്രദായിക കൃഷിരീതിയിൽ വിത്ത് വിതച്ചപ്പോൾ ജയപ്രകാശ് മാത്രമാണ് ജൈവരീതിയിൽ വിത്ത് വിതച്ചത്. വെച്ചൂർ പശുക്കളുടെ ചാണകവും മൂത്രമടങ്ങുന്ന ജീവാമൃതം എന്ന ജൈവവളമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിച്ചില്ല. വിഷക്കൂട്ടുള്ള പുതിയ കൃഷിയിടങ്ങളിൽ നിന്ന് മാരകമായ അസുഖം നൽകാനുതകുന്ന ഭക്ഷണങ്ങൾ കൊയ്തെടുക്കുമ്പോൾ അവയ്ക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും ഒപ്പം ജൈവ കൃഷിരീതി തീർത്തും ലാഭകരമാകുമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുമായാണ് തന്റെ ഈ അധ്വാനമെന്ന് ജയപ്രകാശ് അഭിപ്രായപ്പെടുന്നു. വിളവെടുപ്പിൽ ലഭിച്ച നെല്ല് പാലക്കാട്ടുള്ള ജൈവനെല്ല് മാത്രം കുത്തിയെടുക്കുന്ന മില്ലിൽ കൊണ്ടുപോയി അരിയാക്കിയാണ് വിപണിയിൽ എത്തിച്ചത്. ജയപ്രകാശിന്റെ ഉദ്യമം അറിഞ്ഞ സുഹൃത്തുക്കൾ തന്നെ അരിക്കായി ഓർഡർ നൽകി. 25 കിലോ തൂക്കത്തിലുള്ള ബാഗുകളിലാക്കിയ അരിക്കായി ആവശ്യക്കാർ ഏറെയാണ്. ജൈവാമൃതം എന്ന പേരാണ് അരിക്ക് നൽകിയിരിക്കുന്നത്. ജൈവ അരിക്കുള്ള പ്രതികരണം ആശാവഹമാണെന്നും വരും വർഷങ്ങളിൽ മേഖലയിലെ മറ്റു കർഷകരെ കൂടി ഉൾപ്പെടുത്തി വലിയ തോതിൽ ജൈവ അരിക്കായി കൃഷിയിറക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. കുന്നംകുളത്ത് നടന്ന ചടങ്ങിൽ സിനിമാ താരം VK ശ്രീരാമൻ ജൈവാമൃതം അരിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മേഖലയിലെ ജൈവ കർഷകൻ മണിയിൽ ശിവദാസ് അധ്യക്ഷനായിരുന്നു. PG ജയപ്രകാശ്, മനീഷ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ നേതൃത്വത്തിൽ നോഡൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് നടന്നു. ചൊവ്വല്ലൂർ BRCയുടെ അക്കാദമിക് ഹാളിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം AEO P സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വില്ലി വിജോ, സിറാജ്, VK അബൂബക്കർ എന്നിവർ സംസാരിച്ചു. മാള K കരുണാകരൻ സ്മാരക സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്നാരോപിച്ച് മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷമായ LDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. അനധികൃതമായി തുക കൈപ്പറ്റിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും യഹൂദ ശ്മശാനം സംരക്ഷിക്കണമെന്നും LDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഭരണസമിതിയുടെ തീരുമാനമില്ലാതെയാണ് ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റിൽ നിന്ന് 90,685 രൂപ കൈപ്പറ്റിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു.
ശിലാസ്ഥാപന ചടങ്ങിനായി ചെലവാക്കിയ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശിവരാമൻ ദേശീയ ഗെയിംസ് സെക്രട്ടേറിയറ്റിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 90,685 രൂപ അനുവദിച്ചത്. LDF അംഗങ്ങളായ KP പ്രവീൺ, ബിന്ദു ബാബു, TP സുരേഷ് തുടങ്ങിയവരാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി ശരത്തിന്റെ ചികിത്സാ ചെലവിലേക്കായി ശൃംഗപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ സമാഹരിച്ച തുക കൈമാറി. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KS തങ്കം, KB ബിജു, PF ആന്റണി എന്നിവർ സംസാരിച്ചു. അജിതകുമാരി, ഷൈജു സേവ്യർ ആന്റണി, ജോബി കാര്യെഴുത്ത്, ബിന്ദു മുരളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സർക്കാരിന്റെ അധീനതയിലുള്ള IKM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തൃശൂർ ജില്ലയിലെ ആദ്യത്തെ പേയ്മെന്റ് പഞ്ചായത്തായി മണലൂർ മാറിയതായി ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ഔപചാരികമായ പ്രഖ്യാപനവും ഉദ്ഘാടനവും ഓഗസ്റ്റ് 6-ന് പഞ്ചായത്ത് ഹാളിൽ PA മാധവൻ MLA നിർവഹിക്കും. ലോകത്തെവിടെ നിന്നും നികുതി അടയ്ക്കാനും ഉടമസ്ഥാവകാശം, ജനന മരണ സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ പ്രത്യേക വെബ്സൈറ്റ് വഴി ജനങ്ങൾക്ക് ഓൺലൈനായി എടുക്കാനുള്ള സംവിധാനം ഇതോടെ നിലവിൽ വരും. പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ, വൈസ് പ്രസിഡന്റ് CG മോഹൻദാസ്, VN സുർജിത്, VG അശോകൻ, ജനാർദ്ദനൻ മണ്ണുമൽ, സെക്രട്ടറി M വിജയലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എടവിലങ്ങിൽ വീടിന് നേരെ ആക്രമണം. കുഞ്ഞൈനി കൈമാപ്പറമ്പിൽ മുരളീധരന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെ 2:00-ഓടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുരളീധരന്റെ ഭാര്യ സുജയുടെ ദേഹത്ത് ചില്ല് കഷ്ണങ്ങൾ വീണതിനെ തുടർന്ന് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ആക്രമണത്തിന് പിറകിൽ രാഷ്ട്രീയ വൈരാഗ്യമില്ലെന്നാണ് സൂചന. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇടവേള. ഗ്രാമവാർത്തകളിലേക്ക് വീണ്ടും. മാള, പൊയ്യ ഗ്രാമപഞ്ചായത്തുകളിലെ 12 ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി 119 ലക്ഷം രൂപ അനുവദിച്ചതായി TN പ്രതാപൻ MLA അറിയിച്ചു. മാള പഞ്ചായത്തിലെ കണ്ണൻകാട്ടിൽ അമ്പലം റോഡ്, വടമ പാണ്ടിപ്പാടം റോഡ് തുടങ്ങിയവയ്ക്കും പൊയ്യ പഞ്ചായത്തിലെ ചുള്ളൂർപ്പാടം റോഡ്, മാള പള്ളിപ്പുറം മറ്റപ്പള്ളി റോഡ് തുടങ്ങിയവയ്ക്കുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. BJP കൈപ്പിള്ളി, പരക്കാട് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പിള്ളി എറവ് റോഡിന്റെയും പരക്കാട് കായൽ റോഡിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. തുടർന്ന് നടന്ന ധർണ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ വെളുത്തൂർ ഉദ്ഘാടനം ചെയ്തു. C വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. BJP മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ, കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി M മുരളീധരൻ, ലാസർ പരക്കാട് എന്നിവർ സംസാരിച്ചു. കാട്ടൂർ SNDP അമേയ കുമാരേശ്വരം ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു. ഭാഗവത പാരായണത്തിനു ശേഷം കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് സ്വയംവര ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്ര യജ്ഞശാലയിലെത്തി. തുടർന്ന് രുക്മിണി സ്വയംവരം ചടങ്ങ് നടന്നു. പിന്നീട് ഭാഗവത പ്രഭാഷണം, സ്വയംവര സന്ധ്യ എന്നിവയുണ്ടായി. യജ്ഞാചാര്യൻ ആലപ്പുഴ മുരളീധരൻ, മേൽശാന്തി ശുചീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 4 കാലുള്ള കോഴിക്കുഞ്ഞ് കൌതുക കാഴ്ചയാകുന്നു. ആല 26-ാം കല്ലിൽ പ്രവർത്തിക്കുന്ന ഭദ്ര ഫാമിലാണ് 4 കാലുള്ള കോഴിക്കുഞ്ഞ് വിരിഞ്ഞത്. ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത 30ഓളം കോഴിക്കുഞ്ഞുങ്ങളിൽപ്പെട്ടതാണ് ഇത്. ഒന്നിനാണ് ഈ സവിശേഷതയുള്ളത്. മുട്ടക്കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞ് കൌതുക കാഴ്ചയായി മാറുകയാണ്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ ദശപുഷ്പങ്ങളുടെ പ്രദർശനവും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ PK സുകന്യ ഉദ്ഘാടനം ചെയ്തു. PK ജയശ്രീ, പ്രധാനാധ്യാപിക അനിത, NSS പ്രോഗ്രാം ഓഫീസർ രമേശ് ബാബു എന്നിവർ നേതൃത്വം നൽകി. IAS അടക്കമുള്ള ഉന്നത ബിരുദങ്ങൾ സ്വന്തമാക്കുകയും തെരുവിൽ ജീവിക്കുകയും ചെയ്ത പുത്തഞ്ചിറ കണ്ണാടിപ്പറമ്പിൽ ദിവാകരമേനോൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് BA പൊളിറ്റിക്സിന് പഠിക്കുന്ന കാലഘട്ടത്തിൽ കോളേജ് ചെയർമാനായിരുന്ന ദിവാകരമേനോൻ തുടർന്ന് BCom ബിരുദവും കരസ്ഥമാക്കി. ബോംബെയിലെ എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തിലും ഇംഗ്ലീഷിലും മാസ്റ്റർ ബിരുദം നേടി. IAS പരീക്ഷ 73% മാർക്കോടെ പാസായി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി. LLB, MBA, CA എന്നീ ബിരുദങ്ങളും സ്വന്തമാക്കിയ ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ ദിവാകരമേനോൻ ബിരുദങ്ങളുടെ ഭാണ്ഡവും പേറി ഏറെ വിചിത്രമായ ജീവിത വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. മാളയിലും പുത്തൻചിറയിലും തെരുവിൽ ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു. ദിവോക്കർ എന്നറിയപ്പെട്ടിരുന്ന ദിവാകരമേനോന്റെ സംസ്കാരം ബന്ധുഗൃഹത്തിൽ നടത്തി.
അഖിലേന്ത്യാ കിസാൻ സഭ പുതുക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കർഷക ആദരവ് 2015 പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. അളഗപ്പ നഗറിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. ജോഷി അധ്യക്ഷത വഹിച്ചു. വി.എസ്. പ്രിൻസ്, കെ.എം. ചന്ദ്രൻ, എ.എസ്. രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുപൂർണിമ ദിനത്തോടനുബന്ധിച്ച് നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ സ്കൂളിൽ ഗുരുപൂജ നടന്നു. പ്രൊഫസർ പി.കെ. സുരേഷ് കുമാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിദ്യാലയ സമിതി വൈസ് പ്രസിഡന്റ് പി.വി. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി.വി. പത്മനാഭൻ, സ്കൂൾ മാനേജർ കെ. വിജയൻ, പ്രിൻസിപ്പാൾ കെ.ആർ. വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണാഭരണ നിർമ്മാണത്തിൽ വിസ്മയമാവുകയാണ് ഈ വൃദ്ധൻ. മുണ്ടത്തിക്കോട് കുണ്ടന്നൂർ പട്ടാറ വീട്ടിൽ രാഘവൻ വാർദ്ധക്യത്തിലും തന്റെ തൊഴിലിൽ കർമ്മനിരതനാവുകയാണ്. 95 വയസ്സിലും സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലിൽ തുടരുന്നതിനാൽ പഴയ തലമുറയും പുതിയ തലമുറയും രാഘവേട്ടനെ ഇന്നും നോക്കിക്കാണുന്നത് വിസ്മയത്തോടെയാണ്. രാവിലെ 5-ന് ഉണർന്ന് തണുത്ത വെള്ളത്തിൽ കുളിച്ച് 8-ഓടെ ആഭരണ നിർമ്മാണ തൊഴിലിൽ ആരംഭിക്കും. വടക്കാഞ്ചേരിയിലെ ജ്വല്ലറികൾക്കുള്ള വെള്ളി ആഭരണങ്ങളും മറ്റും നിർമ്മിച്ചെത്തിക്കുന്നത് രാഘവൻ തനിച്ചാണ്. ആഭരണ നിർമ്മാണത്തിൽ നിന്നും ലഭിക്കുന്ന ലാഭം പ്രതീക്ഷിച്ചല്ല രാഘവൻ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുന്നത്. വെറുതെ ഇരിക്കാനാവില്ല എന്ന വാശിയാണ് വാർദ്ധക്യത്തിലും അദ്ദേഹത്തെ ഈ തൊഴിലിലേക്ക് നയിക്കുന്നത്. തന്റെ ദിനചര്യയുടെ ഭാഗമാണ് ഇതെന്ന് രാഘവൻ സന്തോഷത്തോടെ പറയുന്നു. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ ചെറുപ്പക്കാരെ വരെ പിടികൂടുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നീ രോഗങ്ങളൊന്നും രാഘവനില്ല. മുണ്ടത്തിക്കോട്ടെ വീട്ടിൽ നിന്ന് അല്പദൂരം നടന്ന് ബസ്സിൽ കയറി വടക്കാഞ്ചേരിയിലും തൊഴിലുമായി ബന്ധപ്പെട്ട് തൃശൂരും മറ്റും ഈ 95-കാരൻ ഇന്നും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾ മൂലം 15-ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം സ്വർണ്ണപ്പണിയിലേക്ക് തിരിയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവി കൂടിയായ രാഘവൻ ASN നമ്പീശൻ, ഔദു, CC അയ്യപ്പൻ എന്നിവർക്കൊപ്പം സജീവ പ്രവർത്തകനായിരുന്നു. നിലവിൽ CITU ആഭരണ നിർമ്മാണ തൊഴിലാളി യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഭാര്യ പാറുക്കുട്ടി 4 വർഷം മുൻപ് മരിച്ചു. ഹൃദയ സംബന്ധമായ രോഗമുള്ള 2ാമത്തെ മകനും ലോട്ടറി വിൽപ്പനക്കാരനുമായ മോഹനനോടൊപ്പം വാടക വീട്ടിലാണ് ഇപ്പോൾ രാഘവന്റെ താമസം. ആഭരണ നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ക്ഷേമനിധി പെൻഷൻ വാങ്ങണമെന്നാണ് ഈ 95-കാരന്റെ ആഗ്രഹം. അത് ഇനിയും ലഭിച്ചിട്ടില്ല. 2 അടി നടക്കാൻ ബൈക്കും ഓട്ടോയും ആശ്രയിക്കുന്ന പുതിയ തലമുറയ്ക്ക് മുന്നിൽ ഒരു അത്ഭുതമാവുകയാണ് 95-ാമത്തെ വയസ്സിലും ആരോഗ്യവാനും കഠിനാധ്വാനിയുമായ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പമുള്ള ഈ വയോധികൻ. TCV വടക്കാഞ്ചേരി. മമ്മിയൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മമ്മിയൂർ ക്ഷേത്രത്തിന് പിറകിലുള്ള ഞാറേക്കാട്ട് ശിവശങ്കരന്റെ വീട്ടുമുറ്റത്തെ കിണറാണ് ഒരടിയോളം താഴ്ന്നത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ കിണറിലെ വെള്ളം തിളച്ചു മറിഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് 2:30-യോടെ കിണർ താഴ്ന്നു പോവുകയായിരുന്നു. നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചേറ്റുപുഴ അഭേദാനന്ദാശ്രമത്തിൽ ഗുരുപൂർണിമയോടനുബന്ധിച്ച് സന്യാസി സംഗമവും സത്സംഗവും വെച്ച് നമസ്കാരവും നടന്നു. സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി നാഗസ്വര വിദ്വാൻ കോട്ടപ്പടി സുരേന്ദ്രന് നാഗസ്വര ചക്രവർത്തി എന്ന ബഹുമതി പത്രം നൽകി ആദരിച്ചു. സ്വാമിനി അമൃതാനന്ദ സരസ്വതി സന്നിഹിതയായിരുന്നു. ഇരിങ്ങാലക്കുട പുല്ലൂർ ചേർപ്പുകുന്നിൽ പലചരക്ക് കടയിൽ നിന്ന് 750 പാക്കറ്റ് ഹാൻസും 130 കുപ്പി ലഹരി കലർന്ന അരിഷ്ടവും ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. കടയുടമ പുള്ളോപ്പറമ്പിൽ വത്സലനെ അറസ്റ്റ് ചെയ്തു. വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന കന്നാസിലാണ് ഇയാൾ ഹാൻസ് സൂക്ഷിച്ചിരുന്നത്. CI TS സിനോജ്, സീനിയർ CPOമാരായ PC സുനിൽ, NK അനിൽകുമാർ, TU സുരേഷ്, KA ജനിൽ എന്നിവർ ചേർന്ന് പ്രതിയെ പിടികൂടി. ലൈംഗിക പ്രേരണയും ഭവനഭേദനവും നടത്തിയ കേസിൽ പ്രതിയെ 4.5 വർഷം തടവിനും 15,000 രൂപ പിഴയടയ്ക്കാനും കോടതി ശിക്ഷിച്ചു. ചൊവ്വന്നൂർ പന്തല്ലൂർ കൊള്ളന്നൂർ വീട്ടിൽ ബെൻസിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി N ശേഷാദ്രിനാഥൻ ശിക്ഷിച്ചത്. 2013 ജൂൺ 13-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആക്രമണകാരികളായ തെരുവു നായ്ക്കൾക്കെതിരെ നടപടി സ്വീകരിച്ച നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ മൃഗസംരക്ഷണ പ്രവർത്തകർ. നാട്ടിക ഗ്രാമപഞ്ചായത്തിന് തീരദേശവാസികളുടെ പൂർണ്ണ പിന്തുണ. രാജ്യത്തിന്റെ മത്സ്യസമ്പത്ത് പരദേശികൾക്ക് അടിയറ വയ്ക്കാനുള്ള ശ്രമം നടക്കുന്നതായി S. ശർമ്മ MLA. തീരദേശ പരിപാലന നിയമവും മറ്റും ഉപയോഗിച്ച് മത്സ്യത്തൊഴിലാളികളെ കൂച്ചുവിലങ്ങിടുകയാണെന്നും MLA. അന്തിക്കാട് KGM UP സ്കൂളിന് സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ താൽക്കാലിക തീരുമാനം. സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയ തോട് താൽക്കാലികമായി തുറന്ന് വെള്ളം ഒഴുക്കിവിടും. TCV ഫോളോ അപ്പ്.
കാഞ്ഞിരപ്പള്ളിയിലെ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ മരങ്ങൾ മുറിച്ചു മാറ്റിയ സ്ഥലം BD ദേവസി MLA സന്ദർശിച്ചു. പാഴ്മരങ്ങൾക്കൊപ്പം ചന്ദനം, തേക്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയത് ബോധ്യപ്പെട്ടതായി MLA. ഗ്രാമവാർത്തകൾ സമാപിച്ചു.